ഓർമ്മകൾ പുതുക്കി 80കളിലെ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഗമം. സിനിമയുടെ വേരുകൾ ആഴത്തിലൂന്നിയ മദ്രാശി കാലം അനുസ്മരിപ്പിക്കുന്ന എ.ടി. മദ്രാസ് മെയിൽ കൊച്ചിയിൽ നടന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ഏവരിലും ആഹ്ലാദം നിറച്ചു. കാലം പിന്നോട്ടു പോകെ മലയാള സിനിമയുടെ ഓർമ്മകൾ എത്തി നിൽക്കുന്നത് മദിരാശിയിൽ. മലയാള സിനിമാ പ്രവർത്തകരെ മദ്രാസുമായി ബന്ധിച്ചിരുന്ന തീവണ്ടിയാകട്ടെ മദ്രാസ് മെയിലും. അങ്ങനെയാണ് എ.ടി. മദ്രാസ് മെയിൽ എന്ന പേര് 80കളിലെ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയെ അടയാളപ്പെടുത്തുന്നത്. അവരിൽ നടീനടന്മാരുണ്ട്, സംവിധായകരുണ്ട്, ഗായകരുണ്ട്, ഛായാഗ്രാഹകരുണ്ട്. സൗഹൃദം പുതുക്കാൻ, സന്തോഷം പങ്കിടാൻ അവർ വീണ്ടും ഒന്നിച്ചു. ചലച്ചിത്രതാരം മേനക സുരേഷ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്നിവരുടെ പരിശ്രമമാണ് കൂട്ടായ്മയ്ക്ക് പിന്നിൽ. ഒരു ദിവസം ഭാഗ്യ എന്നെ വിളിച്ചിട്ട് പപ്പി എന്നാണ് എന്നെ വിളിക്കുന്നത്. പപ്പി, നമുക്ക് ഇതുപോലെ ചെന്നൈയല്ല മെഡ്രാസിൽ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാവരെയും ഒന്ന് വിളിച്ച് സംഘടിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഭയങ്കര വലിയൊരു ചുമതലപ്പെട്ട ഒരു കാര്യമാണ്, പറ്റുമോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം. പക്ഷെ ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് തുടങ്ങാം, എങ്ങനെ അത് സാധിക്കുന്നു എന്നുള്ളതനുസരിച്ച് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷെ അത് അവൾക്ക് അങ്ങനെ തോന്നിയത് തന്നെയാണ് അത് ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ ഞങ്ങൾ 80 ഹീറോസ് എല്ലാം കൂടെ ചേർന്ന് ഒരു പരിപാടിയൊക്കെ ചെന്നൈയിൽ നടത്തുന്നത്, അത് വെറും ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനല്ല, എല്ലാവരുമായിട്ടും എനിക്ക് കടപ്പാടുണ്ട്. അത് ക്യാമറാമാൻ, അതുപോലെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, മേക്കപ്പ്, സൗണ്ട് എഞ്ചിനീയർ, എഡിറ്റേഴ്സ്, ഇവരെല്ലാവരുമായിട്ടും എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് പലരെയും അവരൊക്കെ എവിടെയാണെന്നിങ്ങനെ ഞാൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണിത്. ഇത് പലരും കാണാത്തവരെ കാണുമ്പോൾ പലർക്കും ഒരു അവർ ഇമോഷണൽ ആവുമ്പോഴാണ് എന്ത് നന്നായി ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് എന്നൊരു സന്തോഷം എനിക്ക് തോന്നുന്നത്. മരിക്കാത്ത ഓർമ്മകൾ അവശേഷിപ്പിച്ച് കടന്നുപോയവരെത്ര, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെയും ഓർത്തെടുത്തു സംഗമം. പകുതി സങ്കടം, പകുതി സന്തോഷം. സങ്കടം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്തുള്ള പലരും ഇന്ന് ഇവിടേക്ക് വരാൻ പറ്റാതെ നമ്മളെ വിട്ടു പോയവരാണ്. അത് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. പിന്നെ പലരുടെയും ആരോഗ്യ പ്രശ്നം കാരണം വരാൻ പറ്റിയിട്ടില്ല. സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും അയവിറക്കാനുള്ള ഒരു അവസരമാണത്. പലരെയും പല വർഷങ്ങൾക്ക് ശേഷം 40-45 വർഷത്തിന് ശേഷമാണ് ഇവിടെയുള്ള പലരെയും ഞാൻ കാണുന്നത് തന്നെ. ഇന്നിപ്പം അവരെല്ലാം കണ്ടപ്പോൾ ഒറ്റ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ, സന്തോഷം. കാരണം പല ആൾക്കാരെയും 35 വർഷം, 40 വർഷം, 42 വർഷം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഓരോ ആൾക്കാരെയും കാണുമ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്ത സമയത്തുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഞാൻ ചമ്പരത്തി ശോഭനയാണ്. After 42 years I came here. It's really wonder. Just for this meeting today. Again evening I am going back to Hyderabad. 40 വർഷങ്ങൾക്കിപ്പുറം 2020-ലാണ് ആദ്യമായി എ.ടി. മദ്രാസ് മെയിൽ സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഒത്തുചേരണമെന്ന നിശ്ചയദാർഢ്യവുമായാണ് ഈ വർഷത്തെയും സംഗമം പൂർണ്ണമായത്. ജനം, കൊച്ചി.